ഹായ് എല്ലാവർക്കും സാബരി കുക്കിംഗ് ആൻഡ് മോറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്, റവ ഉപ്പുമാവ്. നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായി റവ ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ആദ്യം വെജിറ്റബിൾസ്, ബീൻസ് ഒരു 10 ബീൻസ് ചെറുതായി അരിഞ്ഞതുണ്ട്. പിന്നെ ഒരു മീഡിയം ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് 2 പിന്നെ ഉരുളക്കിഴങ്ങ്, ഒരു ചെറിയ ഉരുളക്കിഴങ്ങിൻ്റെ പകുതി മുറിച്ചതാണ്, ഇഞ്ചി, പട്ടാണി ഉണ്ട്, പട്ടാണി ഗ്രീൻ പീസ്, അതൊരു പച്ചപ്പട്ടാണി ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞതുണ്ട്. പിന്നെ കറിവേപ്പിലയാണുള്ളത്. ഇത് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പാണ്. പിന്നെ വേണ്ടത് കടുകാണ്. കടുക് ഒരു 1/2 ടീസ്പൂൺ ഉണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് റവ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നെയ്യാണ്. നെയ്യ് ഒരു 1.5 ടീസ്പൂണാണ് വേണ്ടിയത്. ഇനി വേണ്ടത് എണ്ണയാണ്. എണ്ണ ഏതെണ്ണയായാലും കുഴപ്പമില്ല. ഇനി അവസാനമായിട്ട് ഉപ്പ് വേണം, പിന്നെ തേങ്ങ വേണം. ഉപ്പ് നിങ്ങളുടെ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക. തേങ്ങ എടുക്കേണ്ടത് ഞാൻ 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത്ര എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ചൊരു 1/2 കപ്പ് എടുത്താലും മതി. ഇനി നമുക്ക് ആദ്യം റവ വറുത്തെടുക്കണം. എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് റവ പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കണം. നമുക്ക് നമ്മളുടെ 1.5 ടീസ്പൂൺ എടുത്തു വെച്ചിരിക്കുന്ന നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് നന്നായി ഇളക്കി വറുത്തെടുക്കണം. നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം റവ നന്നായി വറുത്തെടുക്കണം. ഒരു 5 മിനിറ്റെങ്കിലും നമുക്കിങ്ങനെ വറുത്തെടുക്കാം. സാധാരണ റവ വറുക്കുന്നത് പോലെ തന്നെ നമ്മൾ വറക്കുമ്പോൾ ഒരു എളുപ്പം തോന്നുമല്ലോ, ആ സമയം നമുക്ക് തീ ഓഫ് ചെയ്തിടാം. അതല്ലെങ്കിൽ റവയുടെ നിറം പതുക്കെ മാറി വരുമ്പോൾ തന്നെ ഓഫ് ചെയ്തിടണം. ഒരുപാട് വറുക്കരുത്, വറുത്ത് കഴിഞ്ഞാൽ റവ കരിഞ്ഞു പോകും. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുത്ത് ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം കടുകിടണം. കടുകിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഉഴുന്നുപരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഉഴുന്നുപരിപ്പിന് നിറം മാറി ഒരു ഗോൾഡൻ നിറമാകുമ്പോൾ നമുക്ക് നമ്മുടെ ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് ഒരു 1/2 മിനിറ്റ് ശേഷം പച്ചമുളകും സവോള അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഉള്ളി ചെറുതായി ഒന്ന് വഴന്നു വരുമ്പോൾ നമുക്ക് ബാക്കി വെജിറ്റബിൾസ് കൂടെ ചേർത്ത് കൊടുക്കണം. ആദ്യം നമുക്ക് ബീൻസ് ചേർത്ത് കൊടുക്കാം, ഇനി ക്യാരറ്റ്, പിന്നെ ഇനി ഗ്രീൻ പീസ്, പൊട്ടറ്റോ, കറിവേപ്പില, അങ്ങനെ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പ് ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെക്കാം. വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് പകുതി കുക്കാവട്ടെ, ഒരുപാട് കുക്കായി പോവാതിരിക്കാൻ നോക്കണം. നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം തുറന്ന് നോക്കാം. തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റവ കൂടി അതിൻ്റെ കൂടെ ഇട്ട് നന്നായി ഇളക്കിയെടുക്കണം. നമ്മൾ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ വെള്ളം ഒഴിച്ച് തിളച്ചതിന് ശേഷം റവ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിലങ്ങനെയല്ല ചെയ്യുന്നത്. ഇത് റവ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് തിളച്ച വെള്ളം ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് റവയാണ് എടുത്തിരുന്നത്, അതുകൊണ്ട് 2 കപ്പ് വെള്ളം തിളപ്പിച്ചതാണ് നമ്മളിപ്പോൾ റവയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഫ്ലെയിം സിമ്മിലിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. അടിപിടിച്ച് പോകാതിരിക്കാൻ നോക്കുക. ഇനി നമുക്ക് ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. 3/4 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തേങ്ങ ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇത് അടച്ചു വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം അടച്ചു വെക്കാൻ. പിന്നെ നമുക്ക് വേണമെങ്കിൽ കാഷ്യൂ ഒക്കെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ആ കടുക് വറുക്കുന്ന സമയത്ത് വേണമെങ്കിൽ കാഷ്യൂ ഒക്കെ ചേർത്ത് കൊടുക്കാമായിരുന്നു. കുറച്ചുകൂടെ നല്ല റിച്ച് ആയേനെ നമ്മുടെ ഉപ്പുമാവ്. അപ്പോൾ 5 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഉപ്പുമാവ് അടച്ചു വെക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്കത് സെർവ് ചെയ്യാം. കണ്ടോ, നമ്മുടെ ഉപ്പുമാവ് കാണാൻ തന്നെ എന്തൊരു ലുക്കാന്ന് നോക്കിയേ. ഇതുപോലെ തന്നെ സോഫ്റ്റും ടേസ്റ്റിയുമാണ് നമ്മുടെ ഉപ്പുമാവ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.